നമസ്കാരം, ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിൽ നാളെ ജനുവരി 17 സർപ്പക്കാവിലെ പ്രതിഷ്ഠയും സർപ്പപൂജയും നടക്കും. തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടു. പുഴ കാണാനെത്തിയ 4 അംഗ കുടുംബമാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇന്ന് വൈകിട്ടോടെയാണ് കടവിൽ ഈ ദുരന്തമുണ്ടായത്. ചെറുതുരുത്തി സ്വദേശികളായ കബീർ 47, ഭാര്യ റെഹന 35, മകൾ സൈറ 10, കബീറിൻ്റെ സഹോദരിയുടെ മകൻ സാനു എന്നിവരാണ് മരിച്ചത്. റെഹനയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മറ്റു 3 പേരുടെയും മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത്. ഒരാൾ ഒഴുക്കിൽപ്പെട്ടാൽ മറ്റുള്ളവർ രക്ഷിക്കാനടങ്ങുമ്പോൾ അവരും അപകടത്തിൽപ്പെടുന്നതാണ് പതിവായി നാം കണ്ടുവരുന്നത്. നീന്തലറിയാത്തവരും മുങ്ങൽ വിദഗ്ധരുമല്ലാത്തവർ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ മുതിരുമ്പോൾ കൂടുതൽ അപകടം വിളിച്ചു വരുത്തുന്നു. കുളിക്കടവുകളിലും തടാകങ്ങളിലും കുളിക്കാനിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ അറിയാവുന്നവരുണ്ടെങ്കിൽ പോലും ആഴമായ സ്ഥലങ്ങളിൽ കുളിക്കാനിറങ്ങുന്നത് ഒഴിവാക്കുക. പതിവായി കണ്ടുവരുന്ന പ്രവണതയാണ് കൂട്ടുകൂടി കുളിക്കാനിറങ്ങുന്നത്. ദയവായി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവനാണ് വലുത് എന്ന് കരുതി നിങ്ങളുടെ കൂട്ടുകൂടിയുള്ള യാത്രകൾ കഴിവതും സുരക്ഷിതമാക്കുക. വിവാദങ്ങൾക്ക് അറുതി വരുത്തി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപാലസ്വാമിയുടെ സമാധി തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. സ്വാഭാവിക മരണമെന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും നാളെ മഹാസമാധി നടത്തും. 3-നും 4-നും ഇടയ്ക്കുമെന്ന് വീട്ടുകാരും ചില സംഘടനകളും അറിയിച്ചിരിക്കുന്നത്. ഇന്നു രാവിലെ കല്ലറ തുറന്നു. ഗോപൻ സ്വാമിയെ തിരിച്ചറിഞ്ഞു. കൗൺസിലർ സ്വാഭാവിക മരണം എന്ന് വിലയിരുത്തൽ. എന്നാൽ കൂടുതൽ വിവരം പിന്നീട്. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ വീട്ടുകാരുടെ മൊഴികളിൽ വൈരുദ്ധ്യം. വീണ്ടും ചോദ്യം ചെയ്യും. യഥാർത്ഥ മരണകാരണം വ്യക്തമാവുക. രാസപരിശോധന ഫലം പുറത്തുവരാൻ ഇരിക്കുന്നു. മരണവാർത്തകൾ. പാമ്പാടി കുളത്തുങ്കൽ ഏലി തങ്ക നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ജനുവരി 17 2 മണിക്ക് പാമ്പാടി ഹോളി ഇമ്മാനുവൽ CSI പള്ളിയിൽ. മറ്റത്തിൽ റോയി മാത്യു നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിദേശ വാർത്തകൾ. UK നഴ്സിംഗ് വിസയില്ലാതെ വരാൻ അവസരം നഴ്സുമാർക്ക് ഒരുക്കി എല്ലൂർ കൺസൾട്ടൻസി. UK ക്യൂവിൽ പുതിയ ഓസ്കി ട്രെയിനിങ് സെൻറ്റർ എല്ലൂർ കൺസൾട്ടൻസിയും അപ്പോളോ എഡ്യൂക്കേഷനും ചേർന്ന് തുടങ്ങി. താമസവും സ്റ്റുഡൻറ് ആനുകൂല്യങ്ങൾ എല്ലാം ഒരുക്കി. ആധുനിക സൗകര്യങ്ങളോട് ഓസ്കി പഠിച്ചു പാസ്സായി UK ജോലി നേടാം. ക്രൂവിൽ തുടങ്ങിയ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ക്രൂ മേയർ നടത്തി. വിശിഷ്ട അതിഥിയായി UK പാർലമെൻറ്റ് MP ക്രൂവിലെ ക്യാനൂർ നായ്സ്മിത്ത്, എല്ലൂർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മാത്യു ജെയിംസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. UK ഒരു NHS ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നേഴ്സിംഗ് ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഓസ്കി എഴുതുവാൻ UK വരിക. നിങ്ങൾക്ക് വിസയും താമസ സ്ഥലവും ഏലൂർ ഒരുക്കുന്നു. അപ്പോളോ ഗ്രൂപ്പുമായി ചേർന്നുള്ള എഡ്യൂക്കേഷനിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏലൂരിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോളോ ഗ്രൂപ്പുമായി ചേർന്നുള്ള ഏലൂരിൻ്റെ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു പാരാമെഡിക്കൽ കോഴ്സ് പോലും നിങ്ങൾ പാസ്സാണെങ്കിൽ ഏലൂരുമായി ബന്ധപ്പെട്ടാൽ NHS പോലെയുള്ള ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ഓസ്കി മുഖാന അവർ സൗകര്യമൊരുക്കുന്നു.